ധർമ്മസ്ഥല കൊലപാതക വെളിപ്പെടുത്തലിൽ പോലീസ് രഹസ്യമൊഴി ചോർത്തുന്നതായി അഭിഭാഷക സംഘം. യുവതിയുടെ കൂട്ടസംസ്കാരം നടത്തിയെന്ന പരാതി നൽകിയയാളുടെ രഹസ്യമൊഴി പോലീസ് മൂന്നാം കക്ഷിക്ക് ചോർത്തി നൽകിയെന്നാണ് പരാതി. ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നൽകിയ നിവേദനത്തിലാണ് പരാതിക്കാരന്റെ രഹസ്യമൊഴി ചോർത്തുന്നതായി അഭിഭാഷക സംഘം പരാതി ഉന്നയിച്ചത്. പരാതിക്കാരന്റെ വിശ്വാസ്യതയെ തകർക്കാൻ പോലീസ് ബോധപൂർവം പ്രവർത്തിച്ചു. രഹസ്യമൊഴി നൽകുന്ന ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. 11 മണിക്കൂറോളം ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നുവെന്നും പോലീസ് മൂന്നാം കക്ഷിക്കായി വിവരങ്ങൾ ചോർത്തുന്നുവെന്നും മുതിർന്ന അഭിഭാഷകരായ ദ്വാരകാനാഥ് എസ് ബാലൻ എന്നിവർ നിവേദനത്തിൽ പറയുന്നു. ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര, കർണാടക DGP, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്കും അഭിഭാഷക സംഘം നിവേദനം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി ഗോപാൽ ഗൌഡ ആവശ്യപ്പെട്ടു. പരാതിക്കാരനും അഭിഭാഷകർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ആഭ്യന്തരമന്ത്രിയും DGPയും ഉത്തരവാദികളാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിൽ സർക്കാരിന് പ്രശ്നമൊന്നുമില്ലെന്നും നിയമപ്രകാരം എല്ലാം നടക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് ആക്ഷേപമുയരുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.